ഒരു ലൈറ്റ് ഹാർട്ടഡ് ഒരു റൊമാൻറ്റിക് പടം അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് കോമഡി, ഒരു റൊമാൻറ്റിക് ഫ്ലേവറിൽ ഒരു ട്രാവൽ മൂവി, ഒരു മാസ് മെജോറിറ്റി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ജോണറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ജോണറിനുള്ളിൽ നിൽക്കുന്ന കുറച്ച് ഒറിജിനൽ ആയിട്ടുള്ളൊരു സ്ട്രക്ചറൊക്കെ ഉള്ളൊരു സാധനമാണിത് എന്നുള്ളതിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത്. ചില സിറ്റുവേഷൻസിൽ നമ്മൾ കറക്റ്റായിട്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാരിറ്റിയോടെ പറയുന്നത് വർക്കായിരിക്കും. പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ പറയാതെ പറഞ്ഞു പോകുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. പയ്യൻ പറയുവാണ്, നീ അവിടെ ഇട്ടിട്ട് പോയ കുപ്പായ എപ്പോഴും കിടക്കുന്നുണ്ട്, എനിക്കതൊരു ബോധറേഷനാണ് എന്ന് അവൻ പരാതി പറയുന്നു. അപ്പോൾ അവള് പറയുന്നത്, നീ പ്രകൃതിയിൽ കണ്ടിട്ടില്ലേ ഈ എങ്ങനെയാണോ ഇലകൾ കാറ്റ് വന്ന് ഒതുക്കി വെക്കുന്നത്, അതുപോലെ നീ ഒതുക്കി വെച്ചിട്ട് നീ നിന്റെ പണി നോക്ക്. പക്ഷെ ഒടുവിൽ ആ പാട്ടിൽ വന്നിട്ട് നമ്മൾ പറയുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവളും ആ പ്രണയത്തിൽ തന്നെ കുരുങ്ങി നിൽക്കുകയും. ഞാനിപ്പോഴും എൻ്റെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമ വർക്കാവും. എൻ്റെ ഉള്ളും അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇത്തിരി നേരം എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി റോഷനുണ്ട്, സെറിനുണ്ട്, ജിയോ ബേബി ചേട്ടനുണ്ട്, പ്രശാന്ത് പടം കണ്ടു, ഇതിനെ പറ്റിയിട്ട് ഞാൻ പറയാം. ആദ്യം റോഷൻ റോന്ത് ഈ നെഞ്ചിലിടിക്കുന്ന ഒരു അനുഭവമായിരുന്നു. 1-2 സ്ഥലങ്ങളിലൊക്കെ ഞാനിങ്ങനെ പൊട്ടിപ്പോയി. അത് കഴിഞ്ഞിട്ട് അവസാനം കൊണ്ടുവന്ന് നിങ്ങളെല്ലാം കൂടെ എന്താ പറയുക, എന്താ ചെയ്തതെന്ന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി. കുറച്ചു നേരം അവിടെ അങ്ങ് ഇരുന്ന് പോയി. എനിക്ക് തോന്നുന്നു ഈ അടുത്ത് കണ്ടതിൽ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് റോന്തു തോന്നിയത്. ആ കഥ എങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇത്രയും വേദനിപ്പിക്കുന്ന പരിപാടിക്ക് എങ്ങനെയാണ് കൈ കൊടുത്തത്? ഇത് സെലക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അതിന്. ഏകദേശം ഷാഹി ഒരു പരിപാടി കൊണ്ട് പറയണമെന്ന് പറഞ്ഞ് വിളിച്ച് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാം എനിക്കിത് ചെയ്യണം എന്ന്. എനിക്ക് ഷാഹി എഴുതിയിട്ടുള്ള സിനിമകളും ഡയറക്റ്റ് ചെയ്ത സിനിമയും ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ടും അത്രയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ളതുകൊണ്ടും ഈ ആളിലൂടെ വർക്ക് ചെയ്യണം എന്ന് തീരുമാനിച്ച് തന്നെ ഞാൻ പോകുന്നത്. പിന്നെ മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ട്, രാജേഷ് മാധവനൊക്കെ നല്ല സുഹൃത്താണ്. അപ്പോൾ രാജേഷ് പറഞ്ഞെങ്കിൽ ഷാഹിനെ പറ്റിയിട്ട് ഓൾറെഡി ഒരുപാട് അറിയാം. ഷാഹി അന്ന് നറേറ്റ് ചെയ്തതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ റോന്ത് എന്ന് പറയുന്ന സിനിമയിലുള്ള പലതും എനിക്ക് അന്നത്തെ ഫസ്റ്റ് നറേഷനിൽ കിട്ടിയില്ല. എനിക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ഇമേജ് ഒന്നും കിട്ടിയില്ല. ഏകദേശം ഒരു ധാരണ കിട്ടി. പെട്ടെന്നൊരു ചെറിയൊരു ചുരുക്കത്തിൽ അങ്ങനെ പറഞ്ഞു തീർക്കായിരുന്നു. പിന്നെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. എൻഡിങ് ഇങ്ങനെ ആയത് വീണ്ടും ഒരു റീറൈറ്റും കൂടെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു സംസാരം ഉണ്ടായപ്പോൾ ഷാഹി പറഞ്ഞു, എനിക്ക് സിനിമയിൽ നിന്ന് ആകെ വേണ്ടത് ഇത്രേ ഉള്ളൂ, ഇത് കഴിഞ്ഞ് പോകുമ്പോൾ ആൾക്കാർ ഈ കഥാപാത്രങ്ങൾ രണ്ടുപേരെ പറ്റിയിട്ട് ഓർക്കണം, പറ്റുകയാണെങ്കിൽ മറ്റു കഥാപാത്രങ്ങളെ കുറിച്ച്, പക്ഷെ അറ്റ്ലീസ്റ്റ് യോഹന്നാൻ തിന്നാതെ അവരുടെ മനസ്സിൽ നിൽക്കണം. അപ്പോൾ അതിന് ഇതാണ് കറക്റ്റ് എൻഡിങ് എന്നെനിക്ക് തോന്നുന്നു. അപ്പം അതിന് എതിര് പറയാൻ എൻ്റെ കയ്യിൽ വേറൊരു കൗണ്ടർ ആർഗ്യുമെൻ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പം ആൾക്കാർ എല്ലാവരും യുനാനിമസ്ലി നല്ല സിനിമയെന്നും പറയുന്നുണ്ട്, ഇതിലാകെ എൻഡിങ് അങ്ങനെ വേണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ട്, അത് അടിപൊളിയായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ഇതിൽ ഏതായാലും ഷാഹി ഉദ്ദേശിച്ച് നടന്നിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് എത്തിക്കേണ്ടത് അത് കൃത്യമായിട്ട് എത്തിച്ചിട്ടുണ്ട്. ഞാൻ ഇത്തിരി നേരത്തിലേക്ക് വരാം. പടം കണ്ടു തുടങ്ങുമ്പോൾ ഫസ്റ്റ് അണ്ടർ പാസേജിനകത്തേക്ക് കയറുമ്പോൾ വരുന്ന ഹാർമോണിയത്തിൻ്റെ മ്യൂസിക്കല്ലേ, അവിടെ ഞാൻ വിട്ടു തന്നു. ഇനിയിപ്പോൾ ഇയാൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചില്ലേ. ആ മീറ്ററിൽ തന്നെ ഫുള്ള് തീർക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് അസൂയ തോന്നി. കാരണം ഈ മീറ്റർ ഒരു പക്ഷേ മ്യൂസിക് ഇട്ടതിന് ശേഷം എനിക്ക് അഭിപ്രായം പറയാൻ പറ്റും, പക്ഷേ നിങ്ങൾ അതിന് മുമ്പേ തന്നെ അത് മനസ്സിൽ കാണണമല്ലോ. അപ്പം മീറ്ററിൽ കട്ട് ചെയ്യാന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് പാടുള്ള ജോലിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അത് ഫുൾ അങ്ങനെ തന്നെ പോയി. അതേ സാധനം ജനങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയാലുണ്ടല്ലോ ഈ പടം എല്ലാ കാലഘട്ടത്തിലും ഓർമ്മിക്കപ്പെടുമെന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. പ്രത്യേകിച്ചും ലവ് സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്, പലതരത്തിലുള്ള ലവ് സ്റ്റോറീസ് കണ്ടിട്ടുണ്ട്. ഇതിൽ ബുദ്ധിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ അത് കാണാതെ തന്നെ നമുക്കൊരു മനസ്സിനകത്തൊരു ടെൻഷൻ, അടുത്തെന്താണ്. ഇവർ രണ്ടുപേരും കടപ്പുറത്തിരുന്ന് സംസാരിക്കുന്നതിൽ ഈ സെറിൻ്റെ ക്യാരക്ടർ അടുത്തെന്താണ് പറയുന്നത് എന്നുള്ളത് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നമ്മളിരിക്കുന്നില്ലേ. അപ്പോൾ ആ ഷോട്ടൊന്നും ലാഗ് ചെയ്യുന്നില്ല. അവിടെ നമ്മൾ ഇയാൾ എന്തെങ്കിലും കാണിച്ചിരുന്നെങ്കിലെന്ന് വിചാരിക്കുന്നു, പക്ഷേ അയാൾ കാണിക്കുന്ന എന്താണെന്ന് നമുക്കത് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ എങ്ങനെ പിടിച്ചേ ആദ്യം അത് പറയും. എനിക്ക് പ്രത്യേകിച്ച് ആ കടപ്പുറം സീന്. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞത്, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഓർഗാനിക്കാണ് ഈ സിനിമ എന്നുള്ള പ്രോസസ്സ് തന്നെ. കാരണം ഈ കുറേ കാര്യങ്ങളിൽ എനിക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, ഞാൻ ഒരു സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്, സിനിമ പഠിച്ചിട്ടില്ല, അതുപോലെ തന്നെ വേറൊരാളെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു സ്കൂളിൻ്റെയും ഭാഗമല്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തൊട്ടേ എൻ്റെ ഒരു ബോധ്യങ്ങളും സങ്കല്പങ്ങളും വെച്ചിട്ടാണ്. ഇപ്പോൾ ഈ മീറ്ററിനെ പറ്റിയൊക്കെ പറയുമ്പം എനിക്കറിയില്ല ഇത്
എനിക്കത് സ്വാഭാവികമായിട്ട് ഒരു പ്രോസസ്സാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ആ തിരക്കഥ വായിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ തിരക്കഥയിൽ ഭാഗമാകുമ്പോൾ തന്നെ ഇതിങ്ങനെയൊക്കെയാണ് വരേണ്ടതെന്ന് അറിയാം. അപ്പോൾ അത് ഇപ്പോൾ പലരോടും ഇപ്പം പല തമാശകളുണ്ട് റോഷൻ്റെയൊക്കെ ആദ്യത്തെ പാർട്ടിൽ വരുന്നത്. അത് സിനിമ കണ്ടിട്ട് പലരും പറയുന്നുണ്ട് ഇത് സ്ക്രിപ്റ്റിൽ വായിച്ചപ്പോൾ ഇത് എങ്ങനെ വരുമെന്ന് ഞാൻ അറിഞ്ഞുകൂടായിരുന്നു, ഇപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ചിരി വരുന്നുണ്ട്. അപ്പോൾ ആ ചിരി എനിക്കത് കാണാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാനതിൽ ഉൾപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ആശങ്കപ്പെടുമല്ലോ ഇത് വർക്കാവുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത് എന്തോ ഒരു സാധനമാണ് എനിക്കും ഈ പറയുമ്പോൾ മാത്രം. ഇയാളോട് എന്താണ് അത് ശരിക്കും ഈ ഒരു പടത്തിൽ എനിക്ക് ഞാൻ 3 പടങ്ങൾ ചെയ്തതിൽ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ 2 ആക്ടേഴ്സാണ്. അപ്പോൾ അവർ വെച്ചാൽ എനിക്ക് എല്ലാ കാലത്തും എനിക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്ന കാര്യം റിഹേഴ്സൽ എടുത്തിട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതിന് മുമ്പുള്ളവർ അത്ര ട്രെയിൻഡ് അല്ല. അപ്പോൾ റിഹേഴ്സലിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന പ്രോസസ്സാണ്. ഇതിലെ റിഹേഴ്സൽ അല്ലെങ്കിൽ ഒരു 3 ദിവസം ഒരു ക്യാമ്പ് എന്ന് പറയുന്നത് ഇവരുടെ ഫിഗറിങ് ഔട്ട് ഓഫ് ദീസ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇത് ഇവരുടെ ആ ഒരു തിയേറ്ററിലെ പ്രോസസ്സ് ശരിക്കും അറിയാവുന്നതുകൊണ്ട് അവർ ഇതൊരു ടേബിൾ റീഡ് പോലെ നമ്മൾ ആദ്യം നടത്തി. ഡയലോഗുകളിൽ എന്തെങ്കിലും അവർക്ക് പോളിഷ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തു വെച്ചാൽ അതൊരു അയൺ ഔട്ട് ചെയ്യുന്നൊരു ഫേസ് ഉണ്ടായിരുന്നു. പിന്നെ ഫിസിക്കലി അവരിനകത്ത് ആക്ഷൻസ് പലതും വർക്കൗട്ട് ചെയ്തു. സിനിമ കണ്ടുകൊണ്ട് അറിയാം അതിൻ്റെ ഒരു കെമിസ്ട്രി എങ്ങനെയായിരിക്കും, ഡൈനാമിക്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതായിരുന്നു ഏറ്റവും വലിയ ആശ. അതായിരുന്നു എൻ്റെ മനസ്സിൽ പൂർണ്ണമായിട്ടും ഫോം ചെയ്യാത്തൊരു ചിത്രം. എങ്ങനെയായിരിക്കും ചില കാര്യങ്ങൾ അവർ പെർഫോം ചെയ്യുന്നതുള്ള അത് ഇവരുടെ അതിലേറ്റവും ഹെൽപ്ഫുൾ ആയിരുന്നത് ഇവർ ഓൾറെഡി ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ള കാര്യമാണ്. ഇവർ തമ്മിൽ ഐസ് ബ്രേക്കിംഗ് ആവശ്യമില്ലായിരുന്നു. പലരും ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുന്ന സംവിധായകർ എന്നൊക്കെ പറയും. എനിക്ക് ഇപ്പം റോഷൻ പാട്ടിനെ പറ്റി നേരത്തെ പറഞ്ഞാൽ എനിക്ക് ഒട്ടും പറ്റാത്ത സാധനമാണ് അഭിനയം. വേണ്ടത് കിട്ടുന്നത് വരെ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് കിട്ടുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. സെറിന റിയാക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇയാള് ചോദിക്കുന്നുണ്ട്, ഇയാൾ നമ്മുടെ മനസ്സാണ് കേട്ടോ ഇയാളുടെ മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് സെറിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കുക, എന്ന് വെച്ചാൽ ക്യാരക്ടറിന്റെ മുഖത്ത് നോക്കിയിരിക്കുക, ഇതെന്താണ് അടുത്ത് അയാളുടെ റിയാക്ഷൻ എന്ന് അറിഞ്ഞിട്ടോ. എന്നാൽ അതിനകത്ത് കൃത്യമായ ഒരു സാധനം പിടി കൊടുക്കുന്നില്ല. അപ്പൊ എന്ത് വെച്ചിട്ടാ അങ്ങനെ ഒരു ചില സിറ്റുവേഷൻസിൽ നമ്മൾ കറക്റ്റായിട്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാരിറ്റിയോടെ പറയുന്നത് വർക്കായിരിക്കും. പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി പറയാതെ പറഞ്ഞു പോകുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതാണ് എൻ്റെ ക്യൂരിയോസിറ്റിയെ ഹുക്ക് ചെയ്യുന്നത്. എസ്പെഷ്യലി ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ നടക്കുന്ന ആ സിറ്റുവേഷൻ എടുത്ത് നോക്കിയാൽ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പേസിലാണ് ഈ ക്യാരക്ടർ നിൽക്കുന്നത്. ആ സ്പേസാണ് ആ ക്യാരക്ടറിനെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. അപ്പോൾ ആ ലെൻസിലൂടെ അപ്രോച്ച് ചെയ്തപ്പോൾ അത് നന്നായിട്ട് വർക്ക് ചെയ്തു. ഫസ്റ്റിലൊരു കോമഡി പറയുന്നുണ്ട്. ആ കോമഡി പറയുന്ന സ്ഥലത്ത്, അതായത് ശംഭോ മഹാദേവ എന്ന് പറഞ്ഞിട്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്ന സ്പേസിൽ റോഷന്റെ ഒരു ചെറിയ ചമ്മല് പുറത്തേക്ക് ആ മനുഷ്യനെ നോക്കുന്നുണ്ട്. അവിടെ ഒരു ആക്ഷൻ ഉണ്ട്. ആ സാധനം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സീൻ. സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഇത് എങ്ങനെ ഇത് ഒരിക്കലും സ്ക്രിപ്റ്റിൽ പറ്റില്ല. അത് റോഷൻ അവിടെ ചെയ്തു, അപ്പം നമുക്കത് വർക്കൗട്ടായി. അത് ഭയങ്കര രസമായിരുന്നു. രണ്ടാമതൊരു ഓട്ടോറിക്ഷയ്ക്കകത്ത്, അപ്പോൾ സംവിധായകനും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്പേസാണ്. ഓട്ടോറിക്ഷയ്ക്കകത്ത് ഫസ്റ്റിൽ ഫോൺ വരുമ്പോൾ ഇയാളുടെ ഒരു ഇരിപ്പ്, അതായത് ആ ഇരിപ്പിൽ നിന്ന് ആ വർത്താനത്തിൽ നിന്ന് നമ്മൾ ഊഹിച്ചെടുക്കുന്നുണ്ട് ആ വിളിക്കുന്നത് എന്തോ പ്രധാനപ്പെട്ട ഒരാളാണ് എന്നുള്ളത്. അവിടെ മുതൽ നമ്മൾ ഇന്നായതാണ്. ഈ റോഷനും അയാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയ പരിപാടിയാണ്. ആ 2 സ്ഥലത്തും എങ്ങനെയായിരുന്നു ചെയ്തെടുത്തതെന്ന് പറയും. ആദ്യത്തേത് സത്യം പറഞ്ഞാൽ വായിച്ചപ്പോൾ ഞാനും കുറച്ച് ലോസ്റ്റ് ആയിരുന്നു. ചില സാധനങ്ങൾ നമുക്ക് വായിച്ചു കഴിയുമ്പോൾ ഏകദേശം ഒരു മെന്റൽ പിക്ചർ കിട്ടും. ഇതിങ്ങനൊക്കെ അല്ലേ എന്നുള്ളത്. ചിലത് നമുക്ക് വായിക്കുമ്പോൾ ഒന്നും കിട്ടൂല. അത് പെർട്ടിക്കുലർലി എക്സൈറ്റിംഗ് ആണ്. കാരണം അത് അവിടെ ചെന്ന് ചെയ്തു നോക്കി കഴിയുമ്പോഴേ അത് പിടി കിട്ടത്തുള്ളൂ. അതും ഒരു റിഹേഴ്സൽ എന്നൊക്കെ പറഞ്ഞ് ചെയ്താലും ഉള്ളിൽ എവിടെയോ നമുക്കറിയാം ഇത് സീരിയസ് അല്ലല്ലോ, ഇത് ടേക്കല്ലല്ലോ എന്നുള്ളത്. ഇത് ശരിക്കും ആ മൊമെന്റിൽ എല്ലാവരും പെർഫോം ചെയ്യുമ്പോൾ കൂടെ നിന്ന് ചെയ്ത് കഴിയുമ്പോഴേ ചിലത് വരുള്ളൂ. അപ്പോൾ അത് ശംഭോ മഹാദേവ അങ്ങനെ കിട്ടിയത്. നമ്മൾ 2-3 പ്രാവശ്യം പോയെന്ന് തോന്നുന്നത്. അത് എപ്പോഴോ കിട്ടിയ ഒരു സാധനത്തിന് റീക്രിയേറ്റ് ചെയ്യാനുള്ള ഡെസ്പറേറ്റ് അറ്റംപ്റ്റ് ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. അയ്യോ അത് കിട്ടിയില്ലേ, ആ ഷോട്ട് കിട്ടിയില്ലേ, അപ്പൊ ഇനി ഒന്നുകൂടെ ചെയ്യണം. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതിനകത്ത്. മറ്റേത് എനിക്ക് തോന്നുന്നു ഓട്ടോയിലേത് എസ്പെഷ്യലി. പിന്നെ ഇതുപോലത്തെ കുറേ ചെറിയ ചെറിയ മൊമെന്റ്സും ഭയങ്കര മേക്കിംഗ് ഓറിയന്റഡ്. ആക്ച്വലി ഒരു ആക്ടർ ചെയ്യുന്നതിനെക്കാട്ടിലും അത് ഇപ്പൊ ഈ ഇരിപ്പെന്ന് പറഞ്ഞതൊക്കെ നമ്മൾ എന്ത് ദൂരത്തിൽ കാണുന്നു, അവിടുത്തെ ലെൻസിങ്ങും അത് എങ്ങനെയാണ് അത് ഓഡിയൻസിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് എന്നുള്ളതിൽ അങ്ങനത്തെ ചെറിയ സാധനങ്ങളൊക്കെ വർക്ക് ആവുന്നത് എനിക്ക് തോന്നുന്നു. ആക്ടേഴ്സ് പൊതുവെ ആ മൊമെന്റിൽ നമ്മൾ പ്രസന്റ് ആണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നതല്ല. പ്രത്യേകിച്ചും ബോഡി റിയാക്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ അറിയാതെ വരുന്നതാണ്. അതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് വെച്ചിരിക്കുന്നതെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യും കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് മേക്കിങ്ങും എഡിറ്റും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ വർക്കാവുന്നത്. അതിനകത്ത് ഒരു ആക്ടർക്ക് കൊടുക്കേണ്ട ക്രെഡിറ്റ് വളരെ കുറവാണ്. അപ്പൊ അതിൽ എനിക്ക് തോന്നുന്നു സഹായിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അതൊരു കണ്ടിന്യൂസ് ഷോട്ടാണ്. ഈ കോള് വരുമ്പോൾ കോളിന്റെ അപ്പുറത്തെ സൈഡ് നമ്മൾ കാണുന്നില്ല, കേൾക്കുന്നേ ഉള്ളൂ. ഈ റിയാക്ഷൻസിലൂടെയാണ് നമ്മൾ മുഴുവൻ കഥയും അറിയുന്നത്. അപ്പോൾ അത് ഇതിന്റെ
അതിൻ്റെ ഒരു എക്സിക്യൂഷൻ വൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോയിൽ ഒരു ക്യാമറ റിഗ് ചെയ്തിട്ട് റോഷനെ കയറ്റി വിടുവാണ്. ഇത് തിരുവനന്തപുരത്തോടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വേറൊരു വണ്ടിയിൽ പുറകിലുണ്ട്, മോണിറ്ററിൽ കാണുന്നുണ്ട്, ഇതിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ശരിയല്ലാന്ന് തോന്നുമ്പോൾ വീണ്ടും, അതായത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു, ടേക്കുകൾ ഇങ്ങനെ. റോഷൻ ഇത് മുഴുവൻ കാണാപ്പാടമാണ്. ഞാനിത് ചെയ്ത് തീർത്ത് കഴിയുമ്പോൾ ഞാൻ ക്യാമറയിൽ കട്ട് പറഞ്ഞിട്ട് ഒന്നുകൂടെ പോവാണ്. എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം, ഞാനാണ് ഫോൺ വിളിക്കുന്നത്, അഞ്ജനയല്ല ഫോൺ വിളിക്കുന്നത്. ഞാനാണ് ഈ മോഡുലേഷനിൽ അഞ്ജനയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശബ്ദം കേട്ടിട്ട് റൊമാൻറ്റിക് അല്ല, അടുത്ത ദിവസം മറ്റേത് സൗണ്ട് മാത്രം മതിയല്ലോ, ആ സൗണ്ട് മാത്രം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഞാനാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സൈഡും ഞാനാണ് അപ്പുറത്ത് അഞ്ജനയും അനീഷും ആവുന്നത്. അപ്പോൾ എനിക്ക് വേണ്ട സ്ഥലത്ത് പിടിക്കാൻ പറ്റും, എനിക്ക് വേണ്ട ടൈമിംഗ് കൊടുത്ത് അത് പറയാൻ പറ്റും. അങ്ങനെ ഒരു മൈക്രോ മാനേജ്മെന്റ് അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു അതിനെ വിജയിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൽ ഏറ്റവും കുറവ് ഇൻ്റർഫറൻസേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ കട്ടില്ല. പിന്നെ സിങ് സൗണ്ട് ആവുന്നതിൻ്റെ ഒരു ഗുണമുണ്ട്. ആ പറയുന്ന അതേ റോ ഇടർച്ചയും എല്ലാ സാധനങ്ങളും അതുപോലെ വരുവാണ്. ഇടയ്ക്കൊരു ബസ് പോകുന്നതിൻ്റെ ഒരു ഹോൺ വരുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് മറുപടി വരാത്തതുകൊണ്ട് എടുത്ത് നോക്കുന്നുണ്ട് കട്ടായി പോയെന്നുള്ളത്. അതെല്ലാം സ്വാഭാവികമാണ്. അതിൻ്റെ ഭംഗിയാണത്. ചേട്ടാ, ഓട്ടോറിക്ഷക്കാരൻ നല്ലായിരുന്നു. പക്ഷേ ഈ പടത്തിനൊപ്പം കൂടാൻ തീരുമാനിക്കുന്നത് മറ്റു പല കാരണങ്ങളുണ്ടാവും. ഇത്തരം പടങ്ങളൊക്കെ മുകളിലേക്ക് കൊണ്ടുവരുന്നതിൽ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇതിൽ തുടങ്ങുന്നത് തന്നെ ഇപ്പം ഒപ്പം ഉള്ളത് മൈത്രേനും കൂടെയുള്ളത് ജിയോ ബൈബി എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഈ ഒപ്പം കൂടാൻ എന്താ കാരണം? ഞാനിതിൻ്റെ ഏറ്റവും ആദ്യം കൂടിയ ഒരാളാണ്. പ്രശാന്തിൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ട് നേരത്തെ. അങ്ങനെയാണ് പ്രശാന്തിനെ ഞാൻ പരിചയപ്പെടുന്നത്, സിനിമകളിലൂടെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു. ഞങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ ഇരുന്ന കഥ സംസാരിക്കുന്നത്. കനകക്കുന്നിൻ്റെ അവിടെ ഇരുന്നാണ് ഈ സ്ക്രീൻ പ്ലേ ഞാൻ അറിയുമ്പോൾ എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പോൾ എങ്ങനെ അത് ഓൺ ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചനയിലായിരുന്നു. അതാണ് പല രീതികളിലൂടെ. ഇപ്പം നമ്മൾക്കൊരു സിനിമയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സംസാരിച്ചപ്പോൾ പല രീതിയിൽ പല കൂട്ടുകാരും ഒക്കെ കൂടെ ചേർന്നിട്ട് ഒരുപാട് പേരുടെ എഫേർട്ടാണ്. അപ്പോൾ ഞാനതിനെ കണക്ട് ചെയ്തു എന്നുള്ളതാണ്. ഈ സിനിമ ചെയ്യാം നമുക്ക്, അത് വളരെ നല്ല ഡിസിഷനായിട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളിലെ കൊള്ളാവുന്ന പല തീരുമാനങ്ങളും നമ്മളെ പാടിപ്പോയിട്ടുണ്ട്. കൊള്ളാവുന്നൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കാണാൻ ഇഷ്ടമുള്ള സിനിമകളില്ലേ, ഇപ്പോൾ നമ്മൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമ, എല്ലാവരും കാണാൻ, കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമയായിട്ടാണ് ഞാൻ ഈ സിനിമയെ കാണുന്നത്. ഞാനിപ്പോഴും എൻ്റെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമ വർക്കാവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എൻ്റെ ഉള്ളിലും അങ്ങനെ പറയുന്നുണ്ട്. ചില സിനിമകളിൽ പാട്ട് വരുമ്പോൾ ഈ കാലഘട്ടത്തിൽ എനിക്ക് പല സിനിമകളിലും പാട്ട് ആവശ്യമില്ലാന്ന് തോന്നാറുണ്ട്. പക്ഷേ ഇതിൽ പാട്ട് വന്നപ്പോഴാണ് ഞാൻ എന്നുള്ളത് ഒരു കോൺഫിഡൻസ്. ഞാനും അതെ അത് രജനീഷ് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞത് നല്ല ഹൈ പോയിന്റാണ്. അപ്പോൾ അതാ പാട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിപ്പം എനിക്കിപ്പോൾ പ്രശാന്താണോ അല്ലെങ്കിൽ എഡിറ്ററാണോ മ്യൂസിക് ഡയറക്ടർ, അവരുടെ 3 പേരുടെയും കോൺട്രിബ്യൂഷൻ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ആ പാട്ട് എഫർട്ട് ഏത് പോയിന്റിൽ ഇടുക എന്നുള്ളതാണ് നമ്മളെ പിടിക്കുന്നത്. അത് രജനീഷിനെ പിടിക്കുന്ന പോലെ എന്നെ പിടിച്ചത് അത് ഇന്നായി പോകും ആ സിനിമ. നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ ഇത് കണ്ടേക്കാം. ഞാൻ അവിടെ കൊടുത്തത് ശരിക്കും രജനീഷ് ആദ്യം തന്നെ കൊളുത്തുന്നതാണ് ഞാൻ വിചാരിച്ചത്. മൈത്രനെ കാണുന്നത് ഞാൻ അവിടെയല്ല കൊടുത്തത്. അതൊരു സാധാരണഗതിയിലുള്ള ചിന്തയാണ്. പക്ഷേ നിങ്ങൾ എന്നെ ഞെട്ടിച്ചതെന്ന് വെച്ചാൽ ആ മ്യൂസിക് ഹാർമോണിയം അങ്ങനെ വായിച്ചാൽ എനിക്ക് ഫീൽ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ. അപ്പോൾ അവിടെ ഹാർമോണിയം വായിച്ചപ്പോൾ ഞാൻ ഇന്നായി. അപ്പം ഞാൻ ജിയോ ബേബി ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ അതേപോലെ ഇന്നായെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഓക്കെയാണ്, വർക്കാണ്. ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഈ കുടുംബം എന്ന് പറയുന്നതാണ് നമ്മൾ തുടക്കത്തിൽ സംസാരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അത് മൈത്രേയൻ കുറച്ച് കടുപ്പിച്ചാണ് എപ്പോഴും പറയാറുള്ളത്. കുടുംബം ഭയങ്കര ക്രൈം നടക്കുന്ന ഒരു സ്പേസ് ആണ് എന്നാണ് പറയുന്നത്. അത്തരം ഒരു സാധനത്തിലാണ് ഒരു യൂട്യൂബറുടെ ജീവിതം കൂടെ കാണിക്കുകയാണ്. ഭയങ്കര രസമുള്ളൊരു കോൺട്രാസ്റ്റാണത്. അവിടെ ആ വർത്തമാനം പറഞ്ഞു തുടങ്ങുന്നത് അങ്ങനെ തന്നെ തുടങ്ങുകയാണ്. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ വർത്തമാനത്തിലാണ് വരുന്നത് സിനിമ. ഈ കുടുംബം അത്ര പ്രശ്നമാണോ എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ചോദിച്ചാൽ നല്ല പ്രശ്നമാണെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളിപ്പോൾ മൈത്രയെന്നും കുടുംബമെന്നും ജിയോ ബേബിയോടൊക്കെ ചോദിക്കുമ്പോൾ ഇതെന്തോ ഭയങ്കര ഭീകര സിനിമയാണെന്ന് എല്ലാവരും വിചാരിക്കും. അങ്ങനെയല്ല, അതെ, മൈത്രേനെ ഒക്കെ വന്നിരിക്കുന്നത് വേറൊരു തരത്തിലാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്. അപ്പോൾ കുടുംബത്തെക്കുറിച്ചുമാണ് സിനിമ പറയുന്നത്. പക്ഷേ ഇതൊരു ഭയങ്കര റൊമാൻറ്റിക് റൈഡാണ്. ഇത് മറ്റേ കൂട്ട പടമാണ്. സിനിമ ടോട്ടലി ഫണ്ണാണ് ഈ സിനിമ. ഇപ്പം ആനന്ദും നന്ദിച്ചേട്ടനും ഇവരൊക്കെ ഒരുമിച്ചുള്ള ഒരു വലിയൊരു റൊമാൻറ്റിക് ട്രാവൽ എന്ന് പറയാം. അപ്പോൾ കുടുംബത്തെക്കുറിച്ച് ഇപ്പം ഈ മൈത്രേയൻ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് എന്നുള്ളതാണ് എൻ്റെ കുടുംബജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നിന്നും എനിക്കും എൻ്റെ പാർട്ട്ണറിനും ഒക്കെ മനസ്സിലാകുന്നത്. അല്ലേ, അത് വളരെ സത്യസന്ധമായ കാര്യമാണ്. നമ്മളതിനെ ആർഗ്യൂ ചെയ്യാം, എതിർക്കാം, ഓരോരുത്തർക്കും കുടുംബം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഈ എല്ലാ ക്രൈമിൻ്റെ കേന്ദ്രം കുടുംബമാണെന്ന് വെച്ചാൽ യെസ്, അതെ നമ്മളെല്ലാവരും എവിടെയാണ് ഗ്രോ ചെയ്യുന്നത്,
അല്ലേ നമ്മൾ പഠിപ്പിക്കാൻ പിള്ളേരെ വിടുന്ന സ്ഥലങ്ങൾ. അപ്പം എനിക്ക് കുഞ്ഞു പിള്ളേരുള്ളതുകൊണ്ട് എനിക്കറിയാം സ്കൂളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ നമ്മൾ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെയോ ഒന്നുമല്ല, നമ്മുടെ പല പല വീടുകളിൽ നിന്ന് വരുന്ന മക്കൾ ചേർന്ന് ഉണ്ടാകുന്ന അറ്റ്മോസ്ഫിയർ അത്ര നല്ലതല്ല. അപ്പോൾ നമുക്കൊക്കെ അതിൻ്റെ അകത്ത് ഉത്തരവാദിത്തമുണ്ട്. ഞാൻ ഭയങ്കര റെസ്പോൺസിബിൾ ആണല്ലോ എൻ്റെ മോൻ്റെയും മോളുടെയും കാര്യത്തിൽ. ഞാനും എൻ്റെ പാർട്ട്ണറും ഒക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. പേരൻറ്റിംഗ് എന്നൊക്കെ പറയുന്നത് അറിയാൻ പോലും വയ്യാത്ത ഏരിയകളും കാര്യങ്ങളുമാണ്. അപ്പോൾ അത് പരമാവധി വൃത്തികേടില്ലാതെ ഇതുങ്ങളെയൊക്കെ ഒരു കരയ്ക്ക് അടുപ്പിക്കാൻ പറ്റിയാൽ ഭാഗ്യമെന്നേ ഞാൻ കാണുന്നുള്ളൂ. റോഷൻ, ഇതിനകത്തൊരു ടെൻഷൻ ഫാക്ടർ ഉണ്ട് ആക്ച്വലി. കാരണം നമ്മൾ അവസാനം വരെയും കുറേ സ്ഥലത്തൊക്കെ നമ്മൾ ടെൻസ്ഡാണ്. എനിക്ക് നിങ്ങളുടെ കയ്യിൽ അത് കിട്ടുന്നത് മുതൽ ഞാൻ പെട്ടു. കാരണം എന്ന് വെച്ചാൽ അതിനൊരു ഇതില്ലല്ലോ, എന്ത് ചെയ്യും മാനേജ് ചെയ്യാൻ ഞാൻ ഈ ഗതികെടുന്നുണ്ടെന്നേ. റോഷൻ ഇത് പിടിച്ചിട്ട് നിൽക്കണില്ലല്ലോ. അപ്പൊ ഞാനിത് പണ്ടാരം റോഷൻ എടുത്തു നോക്ക് എന്ന് പറയണമെന്നുണ്ട്. റോഷൻ എടുത്തു നോക്ക്, അപ്പം മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും. അല്ലാതെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു പോയിന്റിൽ എടുക്കുന്നുണ്ട്. അത് ആ സ്പേസിൽ മാത്രമാണ് എടുക്കുന്നത്. പക്ഷെ അപ്പോഴും റോഷൻ അത് അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇത് എടുത്താൽ നടക്കില്ലായിരുന്നു എന്നുള്ളത് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാ ഷോട്ടിലും എടുക്കേണ്ടി വന്നു. ലവ് സ്റ്റോറി നടക്കുമ്പോൾ ഇതിൻ്റെ ടെൻഷൻ ഫാക്ടർ എനിക്ക് അത് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അടുത്തെന്ത് സംഭവിക്കും എന്നുള്ളത് ഇങ്ങനെ പോകുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഗ്രിപ്പിംഗ്. ഞാൻ ആദ്യം ഇതൊക്കെ ഇന്നായെങ്കിലും ഒക്കെ നമ്മൾ അതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്നവരല്ല. പക്ഷേ ഓരോ സെക്കൻഡ്സിലും അത് കറക്റ്റായിട്ട് ഓരോരോ കാര്യങ്ങൾ മാറി മാറി വരുന്നുണ്ട്. അപ്പം മണ്ടൻ തീരുമാനങ്ങൾ ചിലപ്പോൾ എടുക്കുന്നുള്ളൂ. ഇതെന്ത് മണ്ടത്തരാണ് നിങ്ങൾ കാണിക്കുന്നതെന്ന് എനിക്ക് ചോദിക്കാൻ തോന്നുന്നത് സത്യത്തിൽ ഇന്നായതുകൊണ്ടാണ്. ആ പോക്കില്ലേ, ആ പോക്ക് ഒബ്സർവ് ചെയ്തപ്പം രസമല്ലേ ആ ചരടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ ഇത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും എനിക്ക് കിട്ടിയൊരു ഫീലിംഗ് അതായിരുന്നു. എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു ട്രാവലാണിത്. പിന്നെ ഈ സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ ഇയാൾ ഒട്ടും എക്വിപ്ഡ് അല്ല എന്നുള്ളത് പുള്ളിയുടെ വല്ലാത്ത സിറ്റുവേഷനിൽ തന്നെ പെട്ടുപോയി. ആൻഡ് ഇതിൽ നിന്ന് ഊരാൻ പുള്ളിയെ കൊണ്ട് പറ്റൂല എന്ന് നമുക്ക് തോന്നുന്നിടത്താണല്ലോ ശരിക്കും ഇതിനകത്തൊരു ക്യൂരിയോസിറ്റി നമുക്ക് തോന്നി തുടങ്ങുന്നത്. രാണിനെയും ചഞ്ചലിനെയും ഒക്കെ വിളിക്കേണ്ടി വരുന്നതും ഒക്കെ എനിക്കതൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ട് എത്തുന്നത് എവിടെയാണോ അവിടെ വരെ ചെല്ലുന്ന പരിപാടികളൊക്കെ എനിക്കും അത് വർക്കായിരുന്നു. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നിടത്തേക്കൊന്നും അല്ല നിർബന്ധമായിട്ട് എപ്പോഴും പരിപാടി പോകുന്നത്. അത് ഭയങ്കര രസമുള്ളൊരു ഏരിയ ആയിരുന്നു. ആട്ടം കണ്ടപ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചതാ, ശരിക്കും നിങ്ങളോട് ആരാ ആ പരിപാടി ചെയ്തത്? അതല്ലല്ലോ അതിന്റെ പോയിന്റ്. ആ ഒരു ഓപ്പൺ എൻഡഡ് കാര്യം അത് പലരും കാണുമ്പോൾ ഇതിലൊരു ക്ലോഷർ ഇല്ലായ്മ എന്ന ആൾക്കാർക്ക് തോന്നുമായിരിക്കും. പക്ഷെ അതിൽ ക്ലോഷർ ഉണ്ട്, ചിലപ്പോൾ സൊല്യൂഷൻ ആൾക്കാർക്ക് കിട്ടില്ലായിരിക്കും. അപ്പോൾ ആ ഡിസ്റ്റിങ്ഷൻ അത് പലർക്കും കിട്ടിയിട്ടുണ്ട്, ചിലർക്ക് കിട്ടിയിട്ടില്ല. അത് കുഴപ്പമില്ല. നമ്മുടെ സിനിമ എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല, എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ആ ഒരു ബാലൻസ്ഡ് രീതിയിൽ കണ്ടുപോയാൽ മതി. അല്ല, നല്ല പ്രശ്നം. ഈ ഔസേപ്പിന്റെ ഒസ്യത്താണ് ഞാൻ അവസാനം കണ്ട സിനിമ എന്ന് പറയുന്നത്. ആ സിനിമ ഇതേപോലെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ അതിലെ അന്വേഷണമൊക്കെ ഒരു പുതുമയുള്ള അന്വേഷണം. പോലീസ് ഉദ്യോഗസ്ഥയായിട്ട് വരുന്ന കനി കുസൃതിയൊക്കെ അത് ചെയ്തിരിക്കുന്ന മീറ്റർ കാണുമ്പോൾ നമ്മൾ ഇതാണല്ലോ ശരിക്കും പോലീസുകാർ ഇങ്ങനെയല്ലേ അന്വേഷിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ മറ്റേ മ്യൂസിക് ഒക്കെ ഇട്ട് വരാൻ പറ്റില്ല. അതെ, വളരെ കാര്യമായിട്ട് വന്നിട്ട് പറയുന്ന ഒരു സാധനമായിരുന്നു. ഇതിൽ കുറേ പടങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങളെ ശരിക്കും നമ്മൾ കാണുന്നത് കുറച്ചുകൂടെ ഒരു ആക്ടിംഗ് ഒക്കെ പഠിച്ച ഒരാളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരിക്കും ബാക്ക്ഗ്രൗണ്ട് എന്താ? ജനിച്ചതൊക്കെ ഗുജറാത്താണെന്നൊക്കെ? ഗുജറാത്തല്ല, ഉത്തർപ്രദേശ്. കാൺപൂരിലാണ് ജനിച്ചത്. വിക്കിപീഡിയ നോക്കിയപ്പോൾ അങ്ങനെ കാണുന്നു, പക്ഷെ വേറെ വിവരങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ചോദിക്കാം. അത് വാപ്പ എയർഫോഴ്സിലായിരുന്നു. നമ്മൾ ഒരു 2 വർഷം കഴിയുമ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ അടിക്കുമായിരുന്നു. ഞാൻ കുറെ തിയേറ്റർ ചെയ്തിട്ടുണ്ട്. ചെന്നൈയിലായിരുന്നു തിയേറ്റർ ചെയ്തത്. റോഷനെ പോലെ നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഒരുമിച്ച് ചെയ്തിട്ടില്ല, പക്ഷെ ഒരേ സിറ്റിയിൽ സെയിം സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഡിഫറെൻറ്റ് സർക്കിൾസിലായിരുന്നു. തിയേറ്റർ ചെയ്തിട്ടൊരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു തോന്നല്, ഞാൻ വിചാരിച്ചു ഇത് സീരിയസ്ലി ആയിട്ട് പെർസ്യൂ ചെയ്ത എങ്ങനെയായിരിക്കും. ആ ഒരു ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് ഞാൻ ഇവിടം വരെ എത്തിയിട്ടുള്ളത്. ഇപ്പോഴും ആ ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇതിൽ തന്നെ നിൽക്കുന്നത്. B32 മുതൽ 44 വരെ അതിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഔട്ട് ചെയ്തതാ, ഇയാളിങ്ങനെ കയറി വരും എന്ന് നമ്മൾ വിചാരിക്കില്ലേ. അപ്പോൾ ചില സിനിമകളിൽ അങ്ങനെയാണ്. ഇപ്പോൾ റോഷൻ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ബൾബ് കത്തി തുടങ്ങി. ഈ റോഷൻ എവിടെയൊക്കെയോ കയറാനുണ്ട്. ഞാൻ ഈ മൂത്തോനിൽ കാണുമ്പോൾ ഞാൻ അടുത്ത സിനിമ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊരു ഭയങ്കര ഒരു മറ്റേ
കിങ് ആയിട്ടില്ലേ, ഒരു അണ്ടർ വേൾഡ് കിങ് എന്ന് പറയുന്നില്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അടുത്ത് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വേറെ നമ്മൾ ഇപ്പം റോഷൻ്റെ പോകുന്ന പടങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കാത്തതാണ്. ഇപ്പോൾ തൊട്ടപ്പനിൽ പിന്നെ തെക്കൻ തല്ല് കേസിലും നമ്മൾ ഏതാണ്ട് സിമിലർ ആയിട്ട് തോന്നുക. പക്ഷെ തൊട്ടപ്പനിൽ കണ്ടപ്പോൾ റോ ആണത്, അതിൻ്റെ ഭയങ്കര റോ ഫീലുണ്ട്. ആ ഫീല് കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചതാ റോഷൻ ഒരു എന്താ പറയുക വേറെ ലെവൽ പോകുന്ന ഒരാളാണെന്ന് വെച്ചാൽ ഇല്ല ഇങ്ങനെയൊക്കെ തോന്നിപ്പിച്ചിട്ട് ഞാൻ വേറൊരു ലെവലിൽ ഇതുവരെ പോവാത്തതാണ് എൻ്റെ വിജയം. അതാണ് ഇങ്ങനെ മാറി മാറി പോകുന്നതാണ്. അതാണ് ഞാനും പറഞ്ഞു വരുന്നത്. റോഷൻ അടുത്ത ആ ലെവലിൽ പോയില്ല. റോഷൻ നമ്മളെ ഞെട്ടിച്ചിട്ട് വേറൊരു ആംഗിളിൽ വേറൊരു പുതിയ പടമായിട്ട് വരുന്നു. അത് പുതിയതായിരിക്കും. അപ്പൊ അതും ഒരു ചെറിയ ബുദ്ധി വേണ്ട ഒരു പരിപാടിയാണ്. ആ സെലക്ഷൻ പ്രോസസ്സ് ഇങ്ങനെ തന്നെ നിർത്തുക എന്ന് പറയുന്നത്. കുറച്ച് ഭാഗ്യവും കൂടെ വേണം. കാരണം നമുക്ക് വന്നിട്ടുള്ള സാധനങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എത്രയൊക്കെ ആഗ്രഹിച്ചാലും നമുക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് തോന്നുന്ന ഫിലിം മേക്കേഴ്സ് നമ്മളെ കോൺടാക്ട് ചെയ്യണം. അല്ല നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല ഒരു കാര്യവും നമ്മൾ മാത്രം വിചാരിച്ചുകൊണ്ട്. അപ്പോൾ എപ്പോഴും സെലക്ഷൻ നന്നായി എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി മേക്കേഴ്സിൻ്റെ തന്നെ ക്രെഡിറ്റ് ആണ്. അവർ നമുക്ക് ആ ഓപ്ഷൻ തരുന്നതുകൊണ്ടാണ് നമുക്ക് അതിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഈ സിനിമകളിലൊക്കെ എന്നെ കണ്ടിട്ട് ഇപ്പം റോന്തിൽ തന്നെ ഷാഹി പാവം പിടിച്ച ഒരുത്തന്നെ തിന്നാതെന്ന് പറയുന്നത് പൊതുവേ എല്ലാവരും പറയുന്നൊരു സാധനമാണ്. എന്നെ സ്ക്രീനിൽ ആദ്യം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ എവിടെ ഒരു സംശയം തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു ആളെ പിടിച്ചിട്ട് തിന്നാതായിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നത് ആക്ച്വലി ഫസ്റ്റ് ക്രെഡിറ്റ് ഷാഹിക്ക് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ഫിലിം മേക്കേഴ്സ് നല്ല സാധനങ്ങൾ കൊണ്ട് തരുന്നത് കൊണ്ടാണ് അതിൽ നിന്ന് പിക്ക് ചെയ്ത് പോകാൻ പറ്റുന്നത്. പിന്നെ ഈ എനിക്കും പറ്റുന്നത്രയും വെറൈറ്റി എന്നുള്ളത് ഇഷ്ടമാണ്. പിന്നെ ലാസ്റ്റ് ചെയ്ത പരിപാടികളിൽ നിന്നൊക്കെ എത്ര ദൂരം മാറി നിൽക്കുന്നു നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന പരിപാടി അത്രയും നമുക്ക് അഡ്വാൻറ്റേജ് ആസ് ആക്ടേഴ്സ്. അല്ലെങ്കിൽ ഭയങ്കര സിമിലർ ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ ചിലപ്പോൾ ചെയ്താൽ ഒരേപോലെ തന്നെ ആയി പോകും. കുറച്ച് ദൂരം മാറി നിൽക്കുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ കുറേ കൂടെ സ്പേസ് ഉണ്ടാവും. അതെ അതെ. ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ എനിക്ക് ഇവരുടെ റിലേഷൻ്റെ ആ ഒരു മുകളിൽ നിൽക്കുന്ന സമയത്ത്, സെക്രട്ടേറിയറ്റിൻ്റെ അവിടുത്തെ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത് ഇയാളുടെ ഭാര്യയെക്കുറിച്ച് ഇങ്ങോട്ട് പറയുമ്പോൾ ഒരു കൊളുത്തി വലിക്കുന്ന എന്തോ ഒരു മിസ്സിങ് ആണെന്ന് പറയുന്നത്. അതായത് ആ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു മിസ്സിങ് ഉണ്ടെന്ന് പറയുന്ന സമയത്തുള്ള മ്യൂസിക്കില്ലേ, അത് കറക്റ്റ് സാധനം. എന്നുവെച്ചാൽ എനിക്ക് അതിനകത്ത് ഒരു ബിറ്റ് എടുക്കണമെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യുന്ന ബിറ്റ് അതാണ്. ഇതൊക്കെ നിങ്ങൾ എങ്ങനെ കറക്റ്റായിട്ട് അത് തന്നെ കയറി പിടിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അതാണ് അതുകൊണ്ടാണ് ജിയോ ബേബി ചേട്ടൻ പറഞ്ഞില്ലേ, അവിടെ വീണു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീഴും, ഞങ്ങളെല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ ഞാൻ ബേസിൽ അത് ചെയ്യുമ്പം ഇതിനകത്ത് ഇതിൻ്റെ മ്യൂസിക്കിൽ ഞാൻ ഇതിനു മുമ്പുള്ള 2 പടങ്ങളിലും ഞാൻ ഇവർക്കെല്ലാം അറിയാം. ഇപ്പം എന്നോട് ഏറ്റവും ലേറ്റസ്റ്റ് വർക്ക് ചെയ്തിരിക്കുന്ന ഡിജിറ്റൽ മറ്റേ മാർക്കറ്റിംഗുകാർക്കും പോസ്റ്റർ ഡിസൈനർക്കും എല്ലാം അറിയാം. ഞാനിതിൻ്റെ ഓരോ എന്താ പറയുക മൈക്രോ ലെവലിൽ ഇടപെടുന്ന ഒരാളാണ്. എനിക്ക് വേണ്ടത് കിട്ടുന്ന വരെ ഞാൻ പണിയെടുപ്പിക്കും. അപ്പോൾ ഇത് ഇഷ്ടപ്പെടാത്തവരും ഇഷ്ടപ്പെടുന്നവരും എല്ലാം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. അപ്പം ഏറ്റവും കുറവ് ഞാൻ ഇടപെടുന്ന ഒരു മേഖലയായിരുന്നു മ്യൂസിക്. കാരണം എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടെ, കേൾക്കാനേ അറിയാവുള്ളൂ. ആദ്യത്തെ 2 പടങ്ങളിലും ഞാൻ പറയുന്നു ഇതൊക്കെയാണ് വേണ്ടതെന്ന് പറയുന്നു, ഇത് വരുന്നു. ഇതിന് പക്ഷേ അത് വർക്കായില്ല. കാരണം ബേസിലും കുറച്ച് കൺഫ്യൂസ്ഡാണ് എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവിടെ നമുക്കൊരു സ്കോപ്പ് ഉണ്ട്, കയറി ഇവിടെയും മൈക്രോ മാനേജ് ചെയ്യാം. അങ്ങനെ മൈക്രോ മാനേജ് ചെയ്യാൻ തുടങ്ങി. നമുക്ക് ഇത് വേണം, ഇത് ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ ബേസിൻ്റെ കൂടെ നിന്ന് ട്രയൽ ആൻഡ് എററിലൂടെ പല കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കൊരു സ്ഥലത്തെത്തി. അപ്പോൾ അതിൽ ഇവിടെയും ഇതാണ് ഞാൻ കൂടെ ഇരിക്കുമ്പോൾ ചെയ്യുന്നൊരു കാര്യത്തിനേക്കാളും ഞാൻ ബ്രീഫ് കൊടുത്തിട്ട് പോയിട്ട് പിന്നെ ചെയ്ത് അയക്കുന്നത് കേൾക്കുമ്പോൾ എനിക്കൊരു സർപ്രൈസാണ്. അങ്ങനെ ഒരു സാധനമാണെന്ന് ഈ പർട്ടിക്കുലർ ആ ഫ്ലൂട്ടിൻ്റെ ബിറ്റ്. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് പിടിക്കാൻ പറ്റുന്നേക്കുള്ള ആൾക്കാരിങ്ങനെ റെഡിയാക്കി നമ്മുടെ കൂടെ കൊണ്ടുവരാന്നുള്ള അത് വർക്കായെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അവിടെ എനിക്ക് വർക്കൗട്ട് ആവാത്തൊരു സാധനമുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പറഞ്ഞു എങ്കിലേ ഇത് നിഷ്പക്ഷമാവും. നിഷ്പക്ഷത്തിന്റെ പ്രശ്നമല്ല, ചില സ്ഥലങ്ങളിൽ നമുക്ക് സ്പോയിലേഴ്സ് വരും. കാരണം അവിടെ അത് സ്പോയിലറാണ്, അതുകൊണ്ട് എനിക്കത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സ്പേസിലാണ്. ഇല്ലെങ്കിൽ എനിക്ക് പലതും പറയാനുണ്ട്, ക്ലൈമാക്സിനെ പറ്റിയിട്ടും എനിക്ക് അഭിപ്രായം പറയാനുണ്ട്. പക്ഷെ അതിപ്പോ എനിക്ക് പറയാൻ പറ്റില്ല. ഇതിന്റെ ആ ബാറിലുള്ള ചില സീൻസിലൊക്കെ ആ പുറകിൽ ആ പുള്ളി വരുമ്പോ നിങ്ങൾ മാറിയിരിക്കാന്ന് പറയുന്നില്ലേ, അതുവരെ നമ്മുടെ നെഞ്ചിലുണ്ടായിരുന്നു. കാരണം നിങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വിചാരിക്കും അയാൾ കേൾക്കില്ലേ, നിങ്ങൾ എന്തിനാ അവിടെ ഇരിക്കണം, നിങ്ങൾ അപ്പുറത്തോട്ട് മാറിയിരുന്നൂടെ. അതാണ് ഈ ബ്രില്യൻസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ കുറേ സ്ഥലങ്ങളിൽ നിങ്ങൾ ആ അഭിപ്രായം പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇവരൊന്നും മാറിയിരുന്നൂടെ എന്നുള്ള ചോദിക്കില്ലേ. പിന്നെ ഓട്ടോറിക്ഷയിൽ കൈവെക്കുന്ന ആ സ്പേസിലും ഓട്ടോറിക്ഷക്കാരൻ കാണൂലേ, അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യണം. അവിടെ നമ്മൾ നോർമലി മറ്റൊരു സിനിമയിലാണെങ്കിൽ ഇതൊന്നും നമുക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെ ഈ ക്യാരക്ടേഴ്സിനെ നമുക്കറിയാം, സിറ്റുവേഷൻ എന്താണെന്ന് അറിയാം. അപ്പോൾ അവിടെയൊക്കെ നമ്മളിങ്ങനെ ടെൻസ്ഡ് ആവുന്നുണ്ട്. ആ ടെൻഷൻ
ഈ പ്രേമത്തിൽ ഉടനീളമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ടെൻഷനും പ്രേമവും കൂടെയാണ് ഈ മനുഷ്യൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ പ്രണയ സിനിമ എന്ന് പറയുമ്പോൾ ഇത് യങ്സ്റ്റേഴ്സ് എങ്ങനെ എടുക്കുമെന്ന് അറിഞ്ഞൂടാ. റോഷന്റെ അഭിപ്രായത്തിൽ യങ്സ്റ്റേഴ്സ് എങ്ങനെ ഇത് എടുക്കുമെന്നാണ് വിചാരിക്കുന്നത്? അത് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഒരിക്കലും അങ്ങനെ ഒരു രീതിയിൽ ഓഡിയൻസിന്റെ ഒരു റെസ്പോൺസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളൊന്നുമല്ല ഞാൻ. പിന്നെ ആ റെസ്പോൺസ് ഓരോ സിനിമയ്ക്കും അല്ലെങ്കിൽ ഓരോ സന്ദർഭത്തിലും അത് വേറെയാണ്. അപ്പം അതിലൊരു ട്രെൻഡൊന്നും എനിക്ക് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ജനറലി തോന്നിയിട്ടുള്ളത് ഒരു ലൈറ്റ് ഹാർട്ടഡ് ഒരു റൊമാൻറ്റിക് പടം അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് കോമഡി, ഒരു റൊമാൻറ്റിക് ഫ്ലേവറിൽ ഒരു ട്രാവൽ മൂവി, ഇതൊക്കെ ഒരു മാസ് മെജോറിറ്റി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ജോണ്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ജോണ്ടറിനുള്ളിൽ നിൽക്കുന്ന കുറച്ച് ഒറിജിനലായിട്ടുള്ളൊരു സ്ട്രക്ചറൊക്കെ ഉള്ളൊരു സാധനമാണിത് എന്നുള്ളതിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത്. ചേട്ടാ, ഇത് ശരിക്കും പിള്ളേർക്ക് ഉൾപ്പെടെ കാണാൻ പറ്റുന്ന പടമാണ്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ പ്രേമത്തിന് പ്രായമൊന്നുമില്ല. ആരുടെ റൊമാൻസ് കണ്ടാലും നമ്മൾ ഇഷ്ടപ്പെടും. പിന്നെ നഷ്ടപ്രണയത്തിൻ്റെ ചില എലമെന്റ്സ് ഇതിനകത്ത് കിടപ്പുണ്ട്. കണക്ട് ചെയ്യാന്നുള്ളതാണല്ലോ നമ്മുടെ സിനിമ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സിനിമ, നമുക്ക് മനസ്സിലാകുന്നു ഈ സിനിമ, നമുക്ക് ഈ സിനിമയിലെ മനുഷ്യരെ മനസ്സിലാകുന്നു, അവർ ചെന്നപ്പെടുന്ന സാഹചര്യങ്ങൾ മനസ്സിലാകുന്നു അല്ലേ. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാകും. എനിക്ക് തോന്നുന്നത് ഒരു പ്രേമവും ഒരു ബ്രേക്കപ്പും ഉള്ളവരെ ഈ സിനിമ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. അതിപ്പം നമ്മുടെ സമയത്ത് ഞാൻ ഇത് സിനിമ കണ്ടിട്ട് ആദ്യം പറഞ്ഞത് ഒരു 25 വയസ്സ് കഴിഞ്ഞവർക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുമെന്ന് പറഞ്ഞു. അത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. എനിക്ക് 25ാമത്തെ വയസ്സ് വരെ വേണ്ടി വന്നു ബ്രേക്കപ്പ് സംഭവിക്കാനൊക്കെ. ഇപ്പം അല്ലേ, ബ്രേക്കപ്പൊക്കെ നേരത്തെ സംഭവിക്കും, സ്കൂളിൽ നിന്ന് തന്നെ ബ്രേക്കപ്പുകൾ സംഭവിക്കുന്നുണ്ട് അല്ലേ. അതിനുശേഷം അവർ വീണ്ടും മുമ്പോട്ട് തന്നെ പോവുകയാണല്ലോ. സോ അത് ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചുകൂടെ നേരത്തെ അവർക്ക് മനസ്സിലാവും. നമ്മൾ 10ാം ക്ലാസ്സിലൊന്നും പഠിക്കുമ്പോൾ പെൺപിള്ളേരോട് മിണ്ടാൻ പോലും ആയിട്ടില്ല. കോളേജിലൊക്കെ ചെന്ന് കുറച്ച് കൂട്ടുകാരികളൊക്കെ ആകുമ്പോഴാണ് പെൺപിള്ളേരോട് തന്നെ നമ്മൾ സംസാരിച്ച് തന്നെ തുടങ്ങുന്നത്. എന്നെ സംബന്ധിച്ചൊക്കെ ലേറ്റാണ്. പ്രശാന്ത് അതിലും ലേറ്റാന്ന് കുറച്ച് മുന്നേ പറയുന്നത് കേട്ടു. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ജോലിക്കൊക്കെ കയറിയിട്ടാണ് അപ്പൊ സംസാരിച്ചു തുടങ്ങി. ഇപ്പോഴത്തെ ജനറേഷൻ അതെ അത്രേ ആയിട്ടില്ല. അല്ല പറഞ്ഞ ഫണ്ണ് പറയാന്ന് പറഞ്ഞിട്ട് ഫണ്ണിന് ശ്രമിച്ചു. ഞാൻ പറഞ്ഞത് ഈ സംസാരിച്ച് തുടങ്ങിയത് പിന്നെ ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിളേ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് പിള്ളേർക്കൊക്കെ കുറെ കൂടെ മനസ്സിലാവും. ഇവരുടെ രണ്ട് കഥാപാത്ര സാറിന്റെയും റോഷനെയും യങ് ജനറേഷൻ കൂടുതൽ മനസ്സിലാവും. പക്ഷെ ഇതിനകത്തൊരു കാരണം എന്ന് പറയുന്ന സാധനം വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ അതിൻ്റെ ഒരു ആർക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് അങ്ങനെ തന്നെ ഇങ്ങനെ എഴുതി പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അത് ഈ പറഞ്ഞ ഇതിൻ്റെ എല്ലാം ഒരു അടിത്തറ എന്ന് പറയുന്ന വിശാഖൻ്റെ സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറി, ഇപ്പോൾ ഒരു സംഭവം നടന്നതായിട്ട് നമ്മൾ അറിയുന്നു. അപ്പോൾ ആ സംഭവം ആസ് സച്ച് ഒരു സിനിമയ്ക്കുള്ളതില്ല. അപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുന്നത് അതിലൊരു ലവ് സ്റ്റോറി. എൻ്റെ അസോസിയേറ്റ് ഹരിയാണ് ആദ്യം ഐഡിയ പറയുന്നത്. ഈ രണ്ട് കഥാപാത്രങ്ങൾക്കും ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ, പാസ്റ്റിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്തോ വരിക. അതാണ് എനിക്ക് ഇത് ചെയ്യാമെന്നുള്ളൊരു സാധനം വന്നത്. കാരണം ഞാൻ അവിടെ കണ്ടൊരു സ്കോപ്പ് എന്ന് പറയുന്നത്, എനിക്ക് ലവ് സ്റ്റോറി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ലവ് സ്റ്റോറി ചെയ്താൽ അതൊരു ക്ലീശയായി പോകും, ക്രിഞ്ചായി പോകും എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഇതിനകത്ത് ഞാൻ അതൊരു സ്കോപ്പ് കണ്ടു. കാരണം എനിക്ക് അവർ കണ്ടുമുട്ടിയത് അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇവർക്കൊരു ഹിസ്റ്ററി ഉണ്ട്, ആ ഹിസ്റ്ററി ധ്വനിപ്പിച്ചാൽ മതി. അതൊരു എനിക്ക് ഗോൾഡൻ ചാൻസ് ആയിട്ട് തോന്നി. അങ്ങനെ ഞാൻ ചാടി വീഴുമായിരുന്നു. പിന്നെ എല്ലാം വിശാഖിൻ്റെ കയ്യിലാണ്. വിശാഖൻ ഞാനും ഇത്രയും എൻജോയ് ചെയ്തൊരു സ്ക്രിപ്റ്റ് എനിക്ക് വേറെ ഇല്ല. കാരണം വളരെ പെട്ടെന്ന് തീർക്കുകയും ചെയ്തു. കാരണം വിശാഖ ഒരു ഐഡിയ പറയുമ്പോൾ എനിക്ക് അതിൻ്റെ 10 ഇരട്ടി പറയാനുണ്ട്, അതിൻ്റെ 10 ഇരട്ടി ഇങ്ങോട്ട് വരാനുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് കണ്ടുകൊണ്ട് അറിയാം, അത് കണക്ട് ചെയ്ത് പോവുകയാണ്. ഒരു സംഭവം അടുത്തതിലേക്ക് പോകുന്നു, ഒരു ഇമോഷൻ അടുത്തതിലേക്ക് പോകുന്നു, അങ്ങനെ ഒരു സാധനമാണ്. അപ്പോൾ ആ ഒരു ചെയിൻ കൊണ്ടുപോകാൻ ഭയങ്കര രസമുള്ള ഒരു എഴുത്തായിരുന്നു. ആ എഴുത്തിലാണ് നിൽക്കുന്നത്. ഈ പറയുന്ന ഈ പ്രായത്തിൻ്റെയും കൂടെ ആകുമ്പോൾ, അതിൽ പ്രണയമാകുമ്പോൾ എല്ലാം ഒരു പൈങ്കിളിയൊക്കെ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു വിമർശനത്തിനും ഒരു വളരെ ക്ലീഷി ആയി പോകാവുന്ന ഒരു സിറ്റുവേഷൻ, ആയിരക്കണക്കിന് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു സിറ്റുവേഷൻ എങ്ങനെ ഒന്ന് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എങ്ങനെയാണെന്ന് തിരിച്ചടിക്കാൻ നോക്കുന്നതെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ അതിനൊരു കൊളുത്ത് നേരത്തെ ഇടുന്നു, അതിനൊരു പേ ഓഫ് അവിടെ കൊടുക്കുന്നു എന്നൊരു സാധനമാണ് അവിടെ ചെയ്തത്. പക്ഷേ ഈ പറഞ്ഞ കാര്യം എനിക്ക് കംപ്ലീറ്റ്ലി മനസ്സിലാവുന്നുണ്ട്. അത് തന്നെയാണ് ഉദ്ദേശം. അപ്പം നേരത്തെ ഷാഹി പറഞ്ഞ കാര്യം പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഓരോ വർക്കും ചെയ്യുമ്പോൾ എൻ്റെ ഐഡിയ അറ്റ്ലീസ്റ്റ് പിറ്റേ ദിവസമെങ്കിലും ഇവർ ഈ ക്യാരക്ടേഴ്സിനെ പറ്റി തന്നെ ആലോചിക്കണം. അതിപ്പോൾ ഇത് കണ്ടവർ, മുമ്പുള്ള സിനിമകളിൽ നിന്ന് എനിക്ക് സ്ഥിരം കിട്ടാറുള്ളതാണ്. ഈ സിനിമ കണ്ടിട്ടുള്ളവരും പറയുന്നത് ഞാൻ ഇപ്പോഴും ഇന്നലത്തെ കാര്യം ആലോചിച്ചുകൊണ്ട്, ഇന്നലെ കണ്ട കാര്യം ആലോചിച്ചു, റൂഫ് ടോപ്പിലാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് എന്ന് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. ഈ റൂഫ് ടോപ്പിലാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ള സാധനം തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് സന്തോഷം എന്ന് പറയുന്നത്.
പാട്ടിനെ കുറിച്ചുകൂടെ പറയാനുണ്ട്. റോഷൻ, ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു കാരണമല്ല, പക്ഷെ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ, പക്ഷെ അതിൻ്റെ ഉള്ളിൽ പോകുമ്പോഴാണ് നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതെന്തായിരിക്കും എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ പിള്ളേർക്കൊക്കെ ബ്രേക്കപ്പ് നേരിടാൻ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്, കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷേ ഇതിൻ്റെ കാരണം നോക്കുമ്പോൾ ഇതിൻ്റെ കാരണം ഭയങ്കര ഒരു വലിയ കാരണമല്ല എന്ന് നമുക്ക് തോന്നും. പക്ഷെ ആ നേരിടുന്ന വ്യക്തികൾക്കേ അറിയാൻ പറ്റുള്ളൂ അത് എങ്ങനെയാണ് സംഭവിച്ചു പോയെന്നുള്ളത്. പ്രണയമാണെങ്കിൽ പോലും ഇങ്ങനെ ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും. ഇത് എനിക്ക് നേരത്തെ ആ ചോദ്യത്തിലും അത് തോന്നിയത്. എനിക്ക് വിശാഖിന്റെ റൈറ്റിങ്ങിലും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു എലിമെന്റ് അതാ. ഇവർ രണ്ടുപേരും തമ്മിൽ സ്വാഭാവികമായിട്ട് സംസാരിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളൂ. അല്ലാതെ ഈ കഥ പുറമേ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഓഡിയൻസിന് ഒരു എക്സ്ട്രാ ക്ലാരിറ്റി കൊടുക്കാനായിട്ടൊന്നും ഈ ക്യാരക്ടേഴ്സിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടില്ല. അപ്പൊ ഇവർ തമ്മിലുള്ള ഹിസ്റ്ററിയിലും ഇവർക്ക് രണ്ടുപേർക്കും അറിയാവുന്ന സിറ്റുവേഷൻ ആയിട്ടുള്ള ആ ബ്രേക്കപ്പിലും അതിനെ പറ്റിയിട്ട് ഇനി ഭയങ്കര ഡിസ്ക്രിപ്റ്റീവായിട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ സംഭവം, അതിൽ ഇത് എന്ന് പറഞ്ഞ് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ദേ ഹാവ് ദാറ്റ് ഹിസ്റ്ററി ഇൻ ദം. അപ്പൊ ആ പറയുന്നതിന്റെ ഡെലിവറിയിൽ അത് വരുത്താൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് ഒരു ടഫ് ക്രാക്ക്. അത് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനകത്ത്. ബാക്കി അതങ്ങനെ പറയാതെ പറഞ്ഞു പോകുന്നതാണ് ഒരു ഭംഗി എന്ന് എനിക്കും വായിച്ചപ്പോൾ തോന്നി. അല്ലെങ്കിൽ എക്സ്പോസിഷൻ ആയി പോയി. അതെ അതെ, തന്നെയല്ല ഓരോരുത്തരുടെ ബ്രേക്കപ്പും വേറെയാണ്. പുറമേ നിന്ന് കേൾക്കുന്ന ഇതിൽ തന്നെ രണ്ടുപേരും രണ്ട് രീതിയിലാണ് നേരിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ അവിടെ ഒരു സ്പ്ലിറ്റ് വരുന്നത്. അപ്പൊ പുറമേ നിന്ന് കേൾക്കുന്ന ഒരാൾക്ക് എപ്പോഴും ഇതൊക്കെ ഒരു കാരണമാണോ എന്നൊക്കെ തോന്നാം. അത് ഒരിക്കലും ഈ മൂന്നാമതൊരാൾക്ക് മനസ്സിലാവില്ല കാരണം എന്തായിരുന്നു. അത് ആ ക്യാരക്ടർ ഇപ്പം റോഷന്റെ ക്യാരക്ടർ സമീപിക്കും പോലെ അല്ല ഇപ്പുറത്ത് പെൺകുട്ടി അത് നേരിട്ടിരിക്കുന്നത്. അത് കുറച്ചുകൂടെ അത് വൈകാരികമായിട്ട് ചില കാര്യങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ അതൊക്കെ ഉണ്ടായി പോകുന്നുണ്ട്. അപ്പം അതിനകത്ത് കാരണങ്ങൾ പക്ഷെ അപ്പോഴും നമുക്കറിയില്ല, നിങ്ങൾക്ക് അതറിയാവൂ എന്നുള്ള രീതിയിലൊക്കെ കൈകാര്യം ചെയ്യാം. അത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയില്ലേ. അതേപോലെ തന്നെ ഈ ബ്രേക്കപ്സ് ഒക്കെ സത്യത്തിൽ ഈ കാലഘട്ടത്തിൽ ഇത്ര കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഈ പറഞ്ഞതുപോലെ. ഇല്ല, അതും ഒരു ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും പെർസ്പെക്റ്റീവ് വേറെ ഡിഫറെൻ്റ് ആണല്ലോ. എനിക്കൊരു പെണ്ണിൻ്റെ പെർസ്പെക്റ്റീവിൽ മാത്രമേ, എനിക്കറിയാവുന്ന രീതിയിൽ മാത്രമേ ഇതിനെ അപ്രോച്ച് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൽ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, ആ എക്സ്പ്ലോറേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നല്ല രസമുള്ള പരിപാടിയായിരുന്നു. ഈ പാട്ടിൻ്റെ വരികൾ കൂടെ നമുക്ക് പറയാം. അന്നൊരിക്കൽ എൻ്റെ മുറിയിൽ എൻ്റെ മുറിയിൽ, ആ പാട്ട് വരികളൊക്കെ രസമാണ്. പക്ഷെ ഞാൻ പൂർണ്ണമായിട്ട് പഠിച്ചിട്ടില്ല. സാധാരണ ഇത് ഡീകോഡ് ചെയ്യുന്ന ഒരു പരിപാടി എനിക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് സംവിധായകൻ തന്നെ ഡീകോഡ് ചെയ്ത് തരുമോ രണ്ട് പാട്ടുകൾ? ഈ നീയൊരിക്കൽ എന്ന് പറഞ്ഞ പാട്ട് നേരത്തെ കൊളുത്തി എന്ന് പറയുന്ന പാട്ടാണ് ഹാർമോണിയത്തിൽ തുടങ്ങി. അതൊരു ടൈറ്റിൽ സോങ് ആയിട്ടൊരു സാധനം വരണമെന്നുണ്ടായിരുന്നു. അതിന് പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതാണ് ഈ അവസാനം വന്ന് ലാൻഡ് ചെയ്യുമ്പം അത് വർക്ക് ചെയ്യുമ്പോൾ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ഹോളിവുഡ് റോംകോമിലൊക്കെ തുടങ്ങുന്ന പോലെ ആ സ്റ്റൈലിലൊരു പാട്ട് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. പക്ഷെ അതവിടെ വർക്കാവുന്നില്ല എന്ന് കണ്ട് പല ഓപ്ഷൻസ് നോക്കി ഫൈനലി ഒരു ഖവാലി സ്റ്റൈലിലൊരു സാധനം എന്ന്, അതായത് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഓരോ സംഘം ഗായകരിരുന്ന് പാടുന്ന ഒരു സാധനം. ബേസിക്കലി ഒരു പയ്യനും ഒരു പെൺകുട്ടിയും തമ്മിലുള്ള സംഭാഷണമാണത്. അതിൻ്റെ ഐഡിയ ബേസിൽ കിട്ടിയെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നില്ല, ബേസിൽ തന്നെയാണ് കമ്പോസ് ചെയ്ത് എഴുതിയത്. അതിൻ്റെ ഐഡിയ കിട്ടുന്നത് ഞാൻ പറഞ്ഞൊരു കാര്യത്തിൽ നിന്നാണ്. എനിക്ക് ഈ കോൺവെർസേഷൻ പാട്ടുകളോടുള്ള എൻ്റെ ഒരു ഇഷ്ടം, അത് ഹിന്ദിയിലൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അത് ഞാൻ കുറച്ച് കാര്യങ്ങൾ, ജാനെ കഹാ മേരാ ജിഗർ ഗയാ ജി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. വളരെ തമാശയിലുള്ളൊരു എക്സ്ചേഞ്ചാണ്. പക്ഷെ അത് പറയുന്നത് എൻ്റെ ഹൃദയം എവിടെ പോയി, അത് തപ്പിക്കോ എന്ന് ആണും പെണ്ണും കുറേ നേരം പറയുന്നു. ഫൈനലി ആണ് ചോദിക്കുന്നത്, നീ എങ്ങാണോ ആണോ എടുത്തത് അപ്പോൾ എന്നുള്ള. അപ്പോൾ ആ പ്രണയത്തിൻ്റെ ഒരു സാധനം എത്ര സിമ്പിളായിട്ട് പറയുന്നുള്ള. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സംസാരിച്ചൊരു കാര്യം, ഗുൽസാർ സാബിൻ്റെ ഒരു പാട്ടുണ്ട്, ഈ മേരാ കൊച്ചു സാമാൻ എന്ന് പറഞ്ഞിട്ട്, നിന്റെ കുറച്ച് സാധനങ്ങൾ ഇവിടെ നീ വെച്ചിട്ട് പോയി എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് ബേസിൽ ഇതിനെ അടുത്ത ലെവലിൽ എത്തിച്ചു. അപ്പം ഗുൽസാർ സാബ് പറയുന്നത് ഈ പരാതികളേ ഉള്ളൂ. ഇവിടെ പരാതികൾ പറയുമ്പോൾ അതിൻ്റെ സൊല്യൂഷനും ഉണ്ട്. ഇപ്പോൾ പയ്യൻ പറയുവാണ്, നീ അവിടെ ഇട്ടിട്ട് പോയ കുപ്പായ എപ്പോഴും കിടക്കുന്നുണ്ട്, എനിക്കതൊരു ബോധറേഷനാണ് എന്ന് അവൻ പരാതി പറയുന്നു. അപ്പോൾ അവൾ പറയുന്നത്, നീ പ്രകൃതിയിൽ കണ്ടിട്ടില്ലേ ഈ എങ്ങനെയാണോ ഇലകൾ കാറ്റ് വന്ന് ഒതുക്കി വെക്കുന്നത്, അതുപോലെ നീ ഒതുക്കി വെച്ചിട്ട് നീ നിൻ്റെ പണി നോക്ക് എന്ന് പറയുന്നു. അപ്പോൾ അടുത്തത് പറയുന്നു, അതിന് ഇത് പറയുന്നു. പക്ഷെ ഒടുവിൽ ആ പാട്ടിൽ വന്നിട്ട് നമ്മൾ പറയുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവളും ആ പ്രണയത്തിൽ തന്നെ കുരുങ്ങി നിൽക്കുകയും അദൃശ്യമായൊരു വലയിൽ പ്രണയികൾ കുരുങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത് പാട്ട്. അപ്പോൾ ഈ പാട്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ പാട്ടുകളൊരു ബോധറേഷൻ ആവുന്ന ഒരു കാലത്തായതുകൊണ്ട് പിന്നെ എനിക്ക് ആ ഒരു കഥ നിർത്തി പാട്ടിലേക്ക് പോകുന്ന ഒരു കാര്യം താല്പര്യമില്ലാത്തതുകൊണ്ടും വളരെ കുറച്ച് ഇതിൽ വരുന്നുള്ളൂ. ബാക്കി റോളിംഗ് ക്രെഡിറ്റ്സിലൊക്കെയാണ് ആ പാട്ട് വരുന്നത്.
അതാണ് ഒരു പാട്ടിൻ്റെ കഥ. പിന്നെ അകലൊന്നും മെല്ലെ എന്ന് പറഞ്ഞിട്ട് ഉള്ള പാട്ടിന് ഈ എനിക്കൊന്ന് അവരുടെ ഏറ്റവും റൊമാൻസ് വരുന്ന ഒരു പോയിന്റിൽ വരുന്ന ഒരു പാട്ടാണത്. എഴുതി വന്നപ്പോൾ അതിൽ മലയാള സിനിമയിൽ തന്നെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത കുറച്ച് വാക്കുകൾ അതിനകത്ത് വന്നു. താപാങ്കനം എന്നൊരു വാക്ക്, താപത്തിൻ്റെ അങ്കനമാണ്, താപത്തിൻ്റെ ടെമ്പറേച്ചറിൻ്റെ മാർക്കിംഗ് ആണ്. പിന്നെ ഘർഷണം, ഫ്രിക്ഷൻ എന്നുള്ള സാധനമൊക്കെ ആദ്യമായിട്ടായിരിക്കും പാട്ടിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം, അപ്പോൾ അതൊരു ഫിസിക്സ് സോങ് എന്ന് ഞങ്ങൾ പറയുന്നൊരു സാധനമായിരുന്നു. ഈ ഒരു ഉൽക്ക ഭൂമിയുടെ നേർക്ക് വരുന്നു, അത് ഭൂമിയെ ചുംബിക്കാൻ വരുവാണ്. പക്ഷേ അടുത്ത് വരുന്നതിന് മുമ്പ് തന്നെ അറ്റ്മോസ്ഫിയറിലുള്ള വായുവിൻ്റെ ഘർഷണം കൊണ്ട് അത് ചിതറിപ്പോകുന്നു. എന്നാൽ പ്യുവർ ഫിസിക്സ് ആണ്. എങ്ങനെയാണ് മറ്റ് ഷൂട്ടിംഗ് സ്റ്റാർ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ പറയുന്നത് പ്രണയത്തെ പറ്റിയാണ്. എങ്ങനെയാണോ ഇവർ തമ്മിലുള്ള ബന്ധം നടക്കാതെ പോകുന്നത് എന്നുള്ളതാണ് അതിനെപ്പറ്റി പറഞ്ഞത്. അവരുടെ പാസ്റ്റും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഞങ്ങൾ എന്തുകൊണ്ടൊരു ഫിസിക്സ് സോങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എന്താണ് പറയുന്നത്, മലയാള സിനിമയിൽ ആദ്യമായിട്ട് IIT-ൽ ഫിസിക്സ് PhD ചെയ്ത ഒരു നായികയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഫിസിക്സ് ജസ്റ്റിഫൈഡ് ആണ്. അങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകളിൽ നിന്നാണ് ഇത് വരുന്നത്. പക്ഷെ മൊത്തത്തിൽ പറയുമ്പോൾ പ്രണയത്തെ പറ്റി അല്ലാതെ വേറെ ഒന്നും നമ്മൾ പറയുന്നു. ഞാൻ ഫിസിക്സ് പഠിച്ചതുകൊണ്ടായിരിക്കും. അത് റോഷനൊരു കൊളുത്ത് നമ്മൾ ഇടയ്ക്കുണ്ട്. റോഷൻ പറയുന്നുണ്ട് എനിക്കും കുറച്ച് ഫിസിക്സ് ഒക്കെ അറിയാം. അപ്പൊ അയാള് മറ്റേ ഉത്തരം ഒരു റിസർച്ചിന്റെ ടോപ്പിക് ഈ പാട്ട് തന്നെ ആദ്യം കേട്ടപ്പോഴേ എനിക്കിത് മനസ്സിലായിരുന്നു. ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതെ, ഞാനിത് പറയാനിരിക്കുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞിട്ടൊന്ന് സാറിനോട് ഒന്ന് ജീവചേട്ടൻ വിചാരിക്കുന്നുണ്ട് ഇതെങ്കിലും ട്രോളായിട്ട് പോവുമായിരിക്കും. എന്തായാലും എനിക്ക് തോന്നുന്നു എൻ്റെ ഉള്ളിൽ ആ പടത്തിന്റെ ഒരു ഫീൽ ഇങ്ങനെ കിടപ്പുണ്ട്. ആ ഫീല് കിട്ടുന്നവർ എന്തായാലും പരസ്പരം പറയുകയും ഈ പടം വിജയിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദിയുണ്ട് സംസാരിക്കും. എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം. തിയേറ്റർ വാച്ച് ചെയ്യേണ്ട മൂവിയാണ് കേട്ടോ. അതങ്ങനെ തന്നെ ചെയ്യണം. ഞാൻ തിയേറ്ററിൽ പോയി എന്തായാലും കാണും. നന്ദിയുണ്ട് സംസാരിക്കും. താങ്ക് യു.